നമസ്കാരം. ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ചെസ്സിലെ ഏറ്റവും അപകടം നിറഞ്ഞ ലാറ്റ്വിയൻ ഗാമ്പിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കറുത്ത കരികളുമായിട്ട് കളിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ അറ്റാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സിന് വേണ്ടിയുള്ള ഒരു ഗാമ്പിറ്റാണ്. ഇത് അഗ്രസീവ് ആയതുപോലെ തന്നെ വളരെ അപകടം നിറഞ്ഞൊരു ഗാമ്പിറ്റ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ പല പ്ലേയേഴ്സും ഇത് കളിക്കാറില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ ആർക്കെതിരെയും ഒരു സർപ്രൈസ് വെപ്പണായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഗാമ്പിറ്റാണിത്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ അഷ്റഫിൻ്റെ അനിയൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി. നമ്മുടെ ചാനലിൽ നിന്നും ഒരുപാട് കൂട്ടുകാർ സഹായിച്ചു എന്ന് പറഞ്ഞു. എല്ലാവർക്കും വളരെയധികം നന്ദി. ഇപ്പോൾ കഴിഞ്ഞ ഓപ്പറേഷൻസ് എല്ലാം വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അതിന് സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഗാമ്പിറ്റിലേക്ക് പോകാം. ഈ ഗാമ്പിറ്റിലെ ആദ്യത്തെ രണ്ട് മൂവുകളും നമ്മൾ സാധാരണയായിട്ട് കാണുന്ന മൂവുകൾ തന്നെയാണ്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് മെയിൻ മൂവ് തന്നെയാണ് ചെയ്യുന്നത്. നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കും നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ ബ്ലാക്ക് ഇവിടെ ആ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ചെസ്സിലെ തന്നെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ഗാമ്പിറ്റാണ് ചെയ്യുന്നത്. F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ വെറുതെ കൊടുക്കുന്നതോടൊപ്പം E4 പോണിനെ തിരിച്ചു അറ്റാക്ക് ചെയ്യുന്നു. ഈ ഗാമ്പിറ്റിന് ഗ്രെക്കോ കൗണ്ടർ ഗാമ്പിറ്റ് അല്ലെങ്കിൽ ലാറ്റ്വിയൻ ഗാമ്പിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒറ്റ മൂവിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരേ സമയം ബ്ലാക്കിൻ്റെ രണ്ട് പോണുകൾ അറ്റാക്കിലായിരിക്കുകയാണ്. അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഡയഗണലിൽ കൂടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ബ്ലാക്കിൻ്റെ കിങ് സൈഡിൽ ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു വീക്ക്നെസ് വൈറ്റ് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് പ്രധാന കാര്യം. ഇതിപ്പോൾ വൈറ്റ് കിങ്സ് ഗാമ്പിറ്റ് കളിക്കുന്ന സെയിം മൂവായിട്ട് തോന്നുമെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് E4 E5 മൂവിന് ശേഷം വൈറ്റ് F4 മൂവ് എന്നതാണ് കിങ്സ് ഗാമ്പിറ്റ്. ഇവിടെ ഇപ്പോൾ നേരത്തെ കണ്ട പോലെ ഈ ഡയഗണൽ ഓപ്പൺ ആവുമെങ്കിലും ബ്ലാക്കിന് ഇവിടെ ഒരു പോണിനെ വിട്ടെടുക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ നൈറ്റ് ഇപ്പോൾ ഗെയിമിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ബ്ലാക്ക് ലാറ്റ്വിയൻ ഗാമ്പിറ്റ് കളിക്കുന്ന സമയത്ത് വൈറ്റിൻ്റെ നൈറ്റ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷമാണ് വൈറ്റിന് ഈ ഡയഗണൽ ഓപ്പണായി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലാറ്റ്വിയൻ ഗാമ്പിറ്റ് കിങ്സ് ഗാമ്പിറ്റിനേക്കാൾ കൂടുതൽ അപകടം നിറഞ്ഞതാകുന്നത്. ഈ ഗാമ്പിറ്റ് എങ്ങനെ കളിക്കണമെന്ന വ്യക്തമായ ധാരണയില്ലാതെ കളിക്കുകയാണെങ്കിൽ ബ്ലാക്ക് വേഗത്തിൽ ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഈ വീക്ക്നെസ് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയാതെയാണ് വൈറ്റ് അറ്റാക്കിന് ശ്രമിക്കുന്നതെങ്കിൽ വൈറ്റും വേഗത്തിൽ ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഓപ്പണിങ്ങിൻ്റെ മെയിൻ മൂവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൽ സംഭവിച്ചിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാപ്പ് നോക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ പോൺ വെച്ച് പോണിനെ വെട്ടാം, അല്ലെങ്കിൽ നൈറ്റ് വെച്ച് പോണിനെ വെട്ടാം, അല്ലെങ്കിൽ അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാം, അതുമല്ലെങ്കിൽ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാം. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് നൈറ്റ് വെച്ച് E5 പോണിനെ ഇട്ടെടുക്കുക എന്നതാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനൊരു ഫോർക്കുള്ള സാധ്യത കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം ഈ ക്വീൻ്റെ ഡയഗണലും ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഈ ബിഷപ്പ് കൂടെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആകും. ഇതേ കാര്യം തന്നെ മൂവ് ഓർഡറിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യാം. അതായത് വേണമെങ്കിൽ ആദ്യം തന്നെ ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് കൺട്രോൾ കൊണ്ടുവരാം. അതിനുശേഷം നൈറ്റ് വെച്ച് പോണിട്ടെടുത്താലും മതി. ഇങ്ങനെ ആദ്യം ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ടുള്ള ആ അറ്റാക്ക് മയറ്റ് അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് രീതിയിൽ പോയാലും ഏകദേശം സെയിം തന്നെയാണ്. ആദ്യം നൈറ്റ് വെച്ച് E5 പോണിട്ടെടുക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു ഫോർക്കുള്ള സാധ്യതയും കിട്ടിയിട്ടുണ്ട്. ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുമുണ്ട്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് പ്രധാനമായും രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ആദ്യം തന്നെ ക്വീനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ H5 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാം. ബ്ലാക്ക് ഇവിടെ ക്വീന് വെച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം വൈറ്റിൻ്റെ ക്വീൻ H5 വരുന്നത് തടയാനാണ് ശ്രമിക്കുന്നത്. അതിനായിട്ട് നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് H5 കൺട്രോൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ എന്തായാലും വൈറ്റിന് ക്വീന് വെച്ച് ഇവിടേക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ബിഷപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ C4 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നേരത്തെ കണ്ട അതേ അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം പോൺ വെച്ച് പോണെടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ F7 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ക്വീനിന് അറ്റാക്കിൽ നിന്നും E7 മാറാൻ പറ്റുള്ളൂ. അങ്ങനെ മാറുമ്പോൾ നൈറ്റ് വെച്ച് റൂക്കിന് ഇട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരു ഫ്രീ റൂക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ആ നൈറ്റിനെ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെങ്കിൽ ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉണ്ടാകണം. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാണ്. D5 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നതോടൊപ്പം ബിഷപ്പിനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഇതും ഒരു ഗാമ്പിറ്റാണ്. ഈ ഗാമ്പിറ്റിന് കോർക്ക് സ്ക്രൂ ഗാമ്പിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെതിരെ വൈറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഈ ഗെയിമിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്.
ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അടുത്ത പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാം. അല്ലാതെ ഈ ഡയഗണലിലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിനെ B3ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് വളരെ വലിയൊരു അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അതായത് ആദ്യം ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുക. ഇപ്പോൾ എന്തായാലും ക്വീൻ നഷ്ടപ്പെടാതിരിക്കാൻ ഈ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് പോൺ വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുക. ഇപ്പോൾ എന്തായാലും ക്വീൻ വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. കിങ് F1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ പോൺ വെച്ച് പോണിട്ടുകൊണ്ട് ചെക്കിനോടൊപ്പം ഡിസ്കവേർഡ് അറ്റാക്ക് വരുന്നതോടെ വീണ്ടും ക്വീൻ നഷ്ടപ്പെടും. അതുകൊണ്ട് ആ പോണിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് F2ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കിങ് E3ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്ത 4 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം ക്വീൻ G5ലേക്ക് ഒന്ന് ചെക്ക് വരും. ഇപ്പോൾ കിങ്ങിന് D4ലേക്കോ D3ലേക്കോ മാറേണ്ടി വരും. D4ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അടുത്ത നൈറ്റിനെ ചെക്കോടുകൂടി ഡെവലപ്പ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ D3ലേക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ. ഈ സമയത്ത് നൈറ്റ് വെച്ച് ഫോർക്കും ചെക്ക് കൊടുക്കുക. ഇവിടെയും ഒരു ഓപ്ഷനേ ഉള്ളൂ, C3ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഇവിടെ നൈറ്റ് വെച്ച് ചെക്ക് വരുമ്പോൾ കിങ്ങിനെ E3ലേക്ക് മൂവ് ചെയ്യുന്നത് നല്ല മൂവല്ല. അല്ലാതെ കിങ് E1ലേക്ക് മൂവ് ചെയ്താലും അടുത്ത 3 മൂവിൽ ചെക്ക്മേറ്റ് ആവും. ആദ്യം ക്വീനെ H4ലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ F1ലേക്ക് മാറുകയാണെങ്കിൽ ക്വീൻ F2ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് F2 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, F1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ H3ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് ഇത് രണ്ടും നല്ല മൂവുകളല്ല. ഇനി F1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പോൺ വെച്ച് പോൺ ഇട്ടിക്കൊണ്ട് ഇങ്ങനൊരു ഫോർക്കും ചെക്കിനോടൊപ്പം ക്വീനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് കൊടുത്തുകൊണ്ട് ആ ക്വീനെ നേടിയെടുക്കുക. അല്ലാതെ G1ലേക്കാണ് മൂവ് ചെയ്താലും ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക്മേറ്റിന് ശ്രമിക്കുക. ഇവിടെയും പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പോലെ പോൺ വെച്ച് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ G2ലേക്കോ F1ലേക്കോ എങ്ങോട്ട് തന്നെ മാറിയാലും ക്വീൻ H3ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഇവിടെ ഇപ്പോൾ ക്വീനെ F1ലേക്ക് കൊണ്ടുവന്ന് ഈ ചെക്ക്മേറ്റ് തടയാൻ ശ്രമിച്ചാലും അത് സക്സസ് ആവില്ല. കാരണം ആദ്യം പോൺ വെച്ച് ചെക്ക് കൊടുക്കുക. അപ്പോൾ എന്തായാലും ക്വീനെ വെച്ച് വെട്ടേണ്ടി വരും. ഈ സമയത്ത് ക്വീനെ വെച്ച് ക്വീനായിട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലാക്കിന് ഇത്രയും വലിയൊരു അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ജർമ്മനിയിലെ ഗോട്ടിംഗൻ സർവകലാശാലയിലുള്ള 1490കളിൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു പുസ്തകത്തിൽ നിന്നുമാണ് ഈ ഓപ്പണിങ്ങിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു അറിവ് കിട്ടുന്നത്. എന്നാൽ 1512 ഡാമിയാനോയാണ് ഇങ്ങനൊരു ആശയം അവതരിപ്പിച്ചതെന്നും അഭിപ്രായമുണ്ട്. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് ഡാമിയാനോയുടെ ആശയമാകാൻ തന്നെയാണ് സാധ്യത. കാരണം നേരത്തെ സൂചിപ്പിച്ച ഗോട്ടിംഗൻ സർവകലാശാലയിലെ പുസ്തകത്തിൽ ആകെ 12 ഓപ്പണിങ്ങുകളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊരെണ്ണം ഡാമിയാനോയുടെ തന്നെ ഫേമസ് ആയിട്ടുള്ള F6 മൂവ് ചെയ്തുകൊണ്ടുള്ള ഡാമിയാനോ ഡിഫൻസ് ആണ്. അതുകൂടെ പരിഗണിക്കുമ്പോൾ ഈ F5 മൂവും അദ്ദേഹത്തിൻ്റെ ആശയം തന്നെ ആകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും കറുത്ത കരുക്കളം വരെ കളിക്കുമ്പോഴും ആദ്യം മുതൽ തന്നെ അറ്റാക്ക് ചെയ്യുക എന്ന ഈ ഒരു പുതിയ ആശയം പിന്നീട് വന്ന പോളേരിയോ പോലുള്ള ഇറ്റാലിയൻ പ്ലേയേഴ്സിന് ഒരുപാട് ഇഷ്ടമാവുകയും അതിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് 1620 ആയപ്പോഴേക്കും ഗ്രെക്കോ ഈ ഓപ്പണിങ്ങിലുള്ള ബ്ലാക്കിൻ്റെ പലവിധത്തിലുള്ള സാധ്യതകൾ അനലൈസ് ചെയ്തതോടെയാണ് ഇത് കൂടുതൽ പോപ്പുലർ ആകുന്നതും ഈ ഗാംബിറ്റിന് ഗ്രെക്കോ കൗണ്ടർ ഗാംബിറ്റ് എന്ന പേര് വരുന്നതും. അദ്ദേഹം ഒരുപാട് അനലൈസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട 1-2 വേരിയേഷൻസ് കണ്ടു നോക്കാം. ആദ്യത്തെ മൂവുകൾ ഇപ്പോൾ കണ്ട സെയിം മൂവുകൾ തന്നെയാണ്. E4, E5, നൈറ്റ് F3, F5. ഇവിടെ വൈറ്റ് നൈറ്റ് വെച്ച് E5 പോണിട്ടെടുക്കുമ്പോൾ ക്വീനെ F6ലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് ക്വീനെ E7ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനാണ്. വൈറ്റിനിപ്പോൾ ക്വീന് വെച്ച് ഇങ്ങനെ ചെക്ക് കൊടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അങ്ങനെ ക്വീന് വെച്ച് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാം. വൈറ്റ് നൈറ്റ് വെച്ച് G6 പോണിട്ടെടുത്തുകൊണ്ട് ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ക്വീന് വെച്ച് E4 പോണിട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുക. വൈറ്റ് ഇപ്പോൾ ക്വീന് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ ക്വീനോട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത ശേഷം പോൺ വെച്ച് ഈ നൈറ്റിനെ ഒട്ടിയെടുക്കാം. അല്ലാതെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കിങ്ങിനെ D1ലേക്ക് മൂവ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുക. ഇപ്പോൾ എന്തായാലും ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. ക്വീൻ ഇപ്പോൾ അറ്റാക്കിൽ നിന്നും ഈ H5 വിട്ടിട്ട് വേറെ കൊണ്ടെങ്കിലും മാറുകയാണെങ്കിൽ പോൺ വെച്ച് നൈറ്റിനെ ഒട്ടിയെടുക്കാം. അതുകൊണ്ട് ഈ പോണിലുള്ള പിൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീന് H3ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്താണ് ഗ്രെക്കോയുടെ ഫേമസ് ആയിട്ടുള്ള ട്രാപ്പ് വരുന്നത്. ഈ പിൻ അവഗണിച്ചുകൊണ്ട് തന്നെ പോൺ വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് കൊടുക്കാം. ഇതൊരു റൂക്ക് സാക്രിഫൈസ് കൂടെയാണ്. വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് മേറ്റിന് ശ്രമിക്കാം. ഇപ്പോൾ ആ ചെക്ക് മേറ്റ് തടയുന്നതിനായിട്ട് ക്വീൻ തിരിച്ച് H4ലേക്ക് തന്നെ വരികയാണെങ്കിൽ
നൈറ്റിനെ E3യിലേക്ക് കൊണ്ടൊന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ ക്വീനെ നേടിയെടുക്കുക. ഇങ്ങനെ നൈറ്റ് വെച്ചുള്ള ഈ ഒരു ചെക്ക്മേറ്റ് തടയുന്നതിനായിട്ട് ക്വീനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പകരം D3 മൂവ് കൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം കിങ്ങിന് മുകളിലുള്ള സ്പേസ് ഉണ്ടാക്കിയാലും നൈറ്റ് വെച്ച് F2 പോൺ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കിങ്ങിന് D2 മാറാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ക്വീനെ G4 കൊണ്ടുവന്ന് നൈറ്റിൻ്റെ സഹായത്തോടെ ഇങ്ങനെ അറ്റാക്കിന് ശ്രമിക്കാം. അത് ഡിഫെൻഡ് ചെയ്യുന്നതിനായിട്ട് ബിഷപ്പിനെ E2 ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ക്വീനെ F4 കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് കൊടുക്കുക. ഇപ്പോൾ കിങ് C3 മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ B4 ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഇപ്പോൾ കിങ്ങിന് E1 മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചെക്കോട് കൂടി ഈ ബിഷപ്പിനെ കൂടെ വെട്ടിയെടുക്കാം. അല്ലെങ്കിൽ ആദ്യം നൈറ്റ് വെച്ച് D3 പോയിന്റ് ചെക്ക് കൊടുത്ത ശേഷം വൈറ്റ് ഇപ്പോൾ എങ്ങനെ തന്നെ നൈറ്റ് വെട്ടിയാലും ഒരു ചെക്കോട് കൂടി ബിഷപ്പിന് ഇട്ടെടുക്കാം. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ഈ റൂക്കിനെ നേടിയെടുക്കുക. ഇനി അദ്ദേഹം കളിച്ചൊരു ഗെയിം നോക്കാം. ഈ ഗെയിമിൽ അദ്ദേഹം ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. വൈറ്റ് സൈഡ് കളിക്കുന്ന പ്ലെയറുടെ പേര് വ്യക്തമല്ല. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് F5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ കൂടെ ഗ്യാമ്പിറ്റ് ചെയ്യുന്നു. ഇവിടെയും വൈറ്റ് നൈറ്റ് വെച്ചിട്ടാണ് പോണിനെ വെട്ടിയെടുക്കുന്നത്. നൈറ്റ് ഉപയോഗിച്ച് E5 പോണിനെ വെട്ടിയെടുക്കുന്നു. കഴിഞ്ഞ അനലൈസിൽ ഗ്രെക്കോ ക്വീനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നൈറ്റിനെ അറ്റാക്ക് ചെയ്തത്. എന്നാൽ ഇവിടെ അദ്ദേഹം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മൂവാണ് ചെയ്യുന്നത്. ക്വീനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും C4 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് പോൺ വെച്ച് പോൺ എടുത്തുകൊണ്ട് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണെതിരെ അറ്റാക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്വീനെ G6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ ആ സെൻറ്ററിലെ പോണിനെ ഒഴിവാക്കുന്നതിനായിട്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. F3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോൺ ഇട്ടാണെങ്കിൽ വൈറ്റിനെ ക്വീന് വെച്ച് തിരിച്ചു വെട്ടാം. എന്നാൽ ഗ്രെക്കോ ഇപ്പോൾ ആ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം നൈറ്റിനെ F6 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. വൈറ്റ് ആ പോൺ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ഇത് ഒരു ചെറിയ ട്രാപ്പാണ്. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ ഇട്ടുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റ് വെച്ച് തിരിച്ചോട്ടേണ്ട ആവശ്യമില്ല. പകരം ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്താൽ മതി. ബ്ലാക്ക് ഇപ്പോൾ ക്വീന് വെച്ച് G2 പോൺ ഇട്ടതാലും പ്രശ്നമില്ല. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം റൂക്കിനെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ വൈറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ബ്ലാക്ക് അടുത്ത മൂവ് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോൾ നൈറ്റ് വെച്ച് പോൺ എടുക്കുന്നില്ല. പകരം ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് E7 എന്നുള്ളത് കാസ്റ്റിംഗ് ചെയ്യുന്നതിനുള്ള ഒരു ഡെവലപ്പിംഗ് മൂവായിട്ട് തോന്നുമെങ്കിലും അത് വെറുതെ ഡെവലപ്പിംഗ് മൂവ് അല്ല. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവാണ്. അതിന് പിന്നിൽ വ്യക്തമായിട്ടൊരു ഉദ്ദേശമുണ്ട്. ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വൈറ്റിന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. വൈറ്റ് ഇവിടെ അടുത്ത പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ E3 ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ ഗ്രെക്കോ നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് പോവുകയാണ്. ആദ്യം നൈറ്റ് വെച്ച് E4 പോൺ ഇട്ടെടുക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച ആ ട്രാപ്പിലേക്ക് ബ്ലാക്കിൻ്റെ നൈറ്റ് വന്ന് പെട്ടിരിക്കുകയാണ്. വൈറ്റ് വേഗം ബിഷപ്പിനെ D3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് G2 പോൺ എടുത്തുകൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം റൂക്കിനെ സപ്പോർട്ടും ചെയ്യുന്നു. ഈ ഒരു അറ്റാക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗ്രെക്കോ നേരത്തെ തന്നെ ഈ ബിഷപ്പിനെ E7 ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ ആ ബിഷപ്പിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. ബിഷപ്പിനെ H4 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്പേസ് ഇല്ല. അതുകൊണ്ട് ബിഷപ്പ് വെച്ചിനെ ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു. സമയത്ത് ക്വീന് വെച്ച് ബിഷപ്പിൻ്റെ എടുത്തോടെ ചെക്ക്മേറ്റായി. നമുക്കിപ്പോൾ ഇതൊരു ഗെയിമായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാപ്പായിട്ടോ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ ഓപ്പണിങ്ങിലല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അവസരം കിട്ടുമ്പോൾ ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ ഗ്രെക്കോയുടേതും അല്ലാത്തതുമായിട്ടുള്ള 300ഓളം ഗെയിമുകളുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ മാത്രം ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇത് ലാറ്റ്വിയൻ ഗാംബിറ്റിൻ്റെ ആരംഭം എങ്ങനെയാണെന്നും അതിന് ഗ്രെക്കോ കൗണ്ടർ ഗാംബിറ്റ് എന്ന പേര് എങ്ങനെ കിട്ടിയെന്നും പിന്നീട് ലാറ്റ്വിയൻ ഗാംബിറ്റ് എന്ന പേരിലേക്ക് എങ്ങനെ മാറിയെന്നും പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ട ഗെയിമുകളിലെല്ലാം വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും മിസ്റ്റേക്കുകൾ സംഭവിച്ചുകൊണ്ടാണ് ബ്ലാക്കിന് വേഗം വിജയിക്കാൻ കഴിയുന്നത്. വൈറ്റ് കൃത്യമായിട്ടുള്ള മൂവുകൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്കിന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചായിരിക്കും തുടർന്നുള്ള വീഡിയോസ് വരുന്നത്. ഗ്രെക്കോയുടെ ഈ കൗണ്ടർ ഗാംബിറ്റിനെ കുറിച്ചുള്ള
പല വിധത്തിലുള്ള അനലൈസുകൾ മറ്റു ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തെത്തിയതോടെ ഗ്രക്കോയുടെ കൗണ്ടർ ഗ്യാമ്പിറ്റിന് വലിയ പ്രചാരം കിട്ടിയെങ്കിലും 1800 1850 കാലഘട്ടങ്ങളിൽ ഇത് വളരെ അപകടം പിടിച്ചൊരു ഓപ്പണിംഗ് ആണെന്ന് പൊതു അഭിപ്രായം ഉണ്ടാകുകയും വലിയ ടൂർണമെൻറ്റുകളിൽ കളിക്കാതാകുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 50 വർഷത്തോളം ഈ ഗ്യാമ്പിറ്റ് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട അവസ്ഥയായിരുന്നു. പിന്നീട് 1905 ആയപ്പോഴേക്കും ആ കാലത്തിലെ ഏറ്റവും സ്ട്രോങ് പ്ലേയേഴ്സിലൊരാളായ ലാറ്റ്വിയൻ ചെസ് മാസ്റ്റർ കാൾ ബെറ്റിൻസ് ഈ ഗ്യാമ്പിറ്റിൻ്റെ സാധ്യതകൾ വീണ്ടും പരിശോധിക്കുകയും റീഗയിലെ ചെസ് ക്ലബിലെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ഈ ഗ്യാമ്പിറ്റിൽ കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുകയും അതുപയോഗിച്ച് ഒരുപാട് വലിയ ടൂർണമെൻറ്റുകളിലെ ഗെയിമുകൾ വിജയിക്കുകയും ചെയ്തതോടെയാണ് ഈ ഗ്യാമ്പിറ്റ് വീണ്ടും ചർച്ചകളിലേക്ക് വരുന്നത്. 1934 ആയപ്പോഴാണ് ബെറ്റിൻസിൻ്റെയും റീഗയിലെ ചെസ് ക്ലബിൻ്റെയും കണ്ടെത്തലുകൾക്ക് ശരിക്കുള്ളൊരു ചലഞ്ച് കിട്ടുന്നത്. സ്വീഡനിലെ ഏറ്റവും സ്ട്രോങ് ചെസ് ക്ലബ്ബായ സ്റ്റോക്ക്ഹോംസ് ക്ലബ്ബുമായിട്ട് ഇതേ ഓപ്പണിങ്ങിൽ 5 കറസ്പോണ്ടൻസ് ഗെയിമുകൾ കളിക്കുക എന്നായിരുന്നു ചലഞ്ച്. കറസ്പോണ്ടൻസ് ഗെയിം എന്ന് വെച്ചാൽ കത്തുകളിലൂടെ മൂവുകൾ നടത്തുന്ന ഗെയിമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മൂവുകൾക്കെതിരെയുള്ള ബെസ്റ്റ് മൂവ് കണ്ടെത്താൻ സമയം ഒരു പ്രശ്നമല്ല. ക്ലബിലെ എല്ലാ പ്ലേയേഴ്സും കൂടി പലതരത്തിൽ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഓരോ മൂവിനെതിരെയുള്ള ബെസ്റ്റ് മൂവ് കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള 5 ഗെയിമുകൾ അവസാനിച്ചപ്പോൾ ചെസ് ലോകത്തെ ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് കിട്ടിയത്. ബ്ലാക്ക് സൈഡ് കളിച്ച റിഗ ചെസ് ക്ലബ്ബ് 3 ഗെയിമുകൾ വിജയിക്കുകയും മറ്റു 2 ഗെയിമുകൾ സമനിലയാകുകയും ചെയ്തു. അതിലെ പ്രധാനപ്പെട്ട ഗെയിമുകളെല്ലാം നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ വിശദമായിട്ട് നോക്കാം. കറസ്പോണ്ടൻസ് ഗെയിമിലും ഈ ഗ്യാമ്പിറ്റ് ഉപയോഗിച്ച് ഇത്രയും വലിയൊരു വിജയം നേടാൻ തുടങ്ങിയതോടെയാണ് ഇത് അപകടം നിറഞ്ഞൊരു ഗ്യാമ്പിറ്റാണെന്ന് കരുതി പേടിച്ച് മാറ്റി നിർത്തേണ്ട ഒരു ഓപ്പണിംഗ് അല്ല എന്ന് എല്ലാവരും തിരിച്ചറിയുന്നതും വീണ്ടും ഈ ഗ്യാമ്പിറ്റ് കളിച്ചു തുടങ്ങുന്നതും. ഒരിക്കൽ ചെസ് ലോകത്ത് നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരുന്ന ഈ ഗ്യാമ്പിറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ കാൾ ബെറ്റിൻസും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും നടത്തിയ തീവ്ര പരിശ്രമങ്ങൾക്കും അതിൽ അവർ നൽകിയ സംഭാവനകൾക്കുള്ള ബഹുമതിയായിട്ടാണ് ഗ്രക്കോ കൗണ്ടർ ഗ്യാമ്പിറ്റ് എന്ന ഈ ഗ്യാമ്പിറ്റ് ഇപ്പോൾ ലാറ്റ്വിയൻ ഗ്യാമ്പിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇതിൻ്റെ മെയിൻ ലൈനുകളും മറ്റ് വേരിയേഷൻസും ഗെയിമുകളും ഉൾപ്പെടുത്തിയുള്ള വീഡിയോസാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.